ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ ലേണർ എന്ന് പറയുന്ന പേപ്പറിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്താണെന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് നോക്കി. ഇന്ന് എനിക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സൈക്കോളജിയുടെ ഡെഫിനിഷൻ, മീനിങ്, നേച്ചർ, ഈ 3 കാര്യങ്ങളാണ്. സൈക്കോളജി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ കുറേ ആൾക്കാർ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ, അത് നോക്കുന്നു. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻ, അത് ഏത് വരെയാണ്, അതിന് ഒരുപാട് എല്ലാ ബ്രാഞ്ചസിലും നമുക്കെടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ലിമിറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ കോണ്ടെക്സ്റ്റിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സൈക്കോളജി. സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ്, ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്താണെന്ന് നോക്കാം. സത്യത്തിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആദ്യം ഉണ്ടായിരുന്നില്ല. മെൻ്റൽ ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി മനസ്സിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു. ഇത് തന്നെയാണ് പിന്നെ സൈക്കോളജി ആയിട്ട് മാറുകയുണ്ടായിരുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്ന ആ സയൻസ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഫിലോസഫിയുടെ നിയമപ്രകാരമുള്ള കുട്ടിയാണ് സൈക്കോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് രസകരമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ആയിരുന്നു അല്ലേ. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി വന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒന്ന് ആർട്സ് മറ്റൊന്ന് സയൻസുമാണ്. അപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു ആർട്സിൽ നിന്ന് ഒരു ആർട്സ് സബ്ജക്റ്റിൽ നിന്നൊരു സയൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡെഫിനിഷനിലും ആ രീതിയിലുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒരുപാട് മോഡിഫിക്കേഷനും ഒക്കെ നടന്നിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് ഒരു ഹിതർ ആൻഡ് തിതർ മൂവ്മെൻറ്റിന് ശേഷം ഇതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ മീനിങ്സിലും ഒരുപാടധികം തന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആദ്യം വളരെ ചെറുതായിരുന്നു. ഇന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിൻ്റെ ഈ സൈക്കോളജിക്ക് തന്നെ 2 ബ്രാഞ്ചസ് ഉണ്ട്, പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും ഉണ്ട്. അപ്പോൾ ഒരുപാട് അതിൻ്റെ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസിനെ നമ്മൾ പല ബ്രാഞ്ചസിലേക്കും അപ്ലൈ ചെയ്യുന്നു. ഇതിങ്ങനെ ബൾജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈക്കോളജിയുടെ ഡെഫിനിഷനിൽ നിന്നും തുടങ്ങാം. എറ്റിമോളജിക്കലി എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി. അപ്പോൾ ഈ ഒരു എറ്റിമോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജി ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്. ഗ്രീക്ക് പദമായിട്ടുള്ള സൈക്കി ആൻഡ് ലോഗോസ് ഇതിൽ നിന്നാണ് സൈക്കോളജി ഉണ്ടായിരിക്കുന്നത്. സൈക്കോളജി എന്ന് വെച്ചാൽ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്. ലോഗോസ് എന്ന് വെച്ചാൽ റാഷണൽ ഡിസ്കോഴ്സ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു പഠനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിവർത്തനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഡിസ്കോഴ്സായിട്ട് ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലിറ്ററലി നോക്കുമ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ്ങിൽ നിന്നും എന്താണ്, സയൻസ് ഓർ സ്റ്റഡി ഓഫ് സോൾ, ആത്മാവിനെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ചുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അപ്രോച്ച്, അതാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല. പിരിഞ്ഞു പോകുന്നെന്ന് പറയാറുണ്ട്. എന്നാൽ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. മരിച്ചതിന് ശേഷം ഒരു ആത്മാവിനെ നമുക്ക് കണ്ടിട്ടുമില്ല. സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല, അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ സൈക്കോളജി ആദ്യം നമ്മൾ ഫിലോസഫിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സയൻസ് സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വേണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഡെഫിനിഷനെ റിജക്റ്റ് ചെയ്യുകയാണ് പിന്നെ ഉണ്ടായത്. സോൾ എന്ന് പറയുന്ന വാക്ക് മാറ്റി പിന്നെ മൈൻഡ് അതിലേക്ക് അറ്റാച്ച് ചെയ്തു. അതിനും ഒരു പ്രശ്നമുണ്ട്. പിന്നീട് സൈക്കോളജിയെ മനസ്സിനെക്കുറിച്ചുള്ള പഠനം എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. പക്ഷേ അവിടെയും ഇതേ പ്രശ്നമുണ്ട്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളെല്ലാം പറയാറുണ്ട്. നമ്മൾ മനസ്സ് എന്ന് പറയുന്നൊരു വാക്ക് ഒരു ദിവസത്തിൽ ഒരു 3 തവണയെങ്കിലും നമ്മൾ ചുരുങ്ങിയത് പറയാറുണ്ട്. പക്ഷേ എന്നാൽ ഈ മനസ്സിനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്. എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് സെൻറ്റൻസൊക്കെ കേൾക്കാറുണ്ട്, പല ബുക്കുകളിലും അല്ലെങ്കിൽ ടി വിയിലും കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലോലഹൃദയമാണ്, കഠിനഹൃദയമാണ്, അങ്ങനെയുള്ള മനസ്സിൻ്റെ ആ ഒരു ഫീച്ചേഴ്സിനെ കുറിച്ച് തന്നെ ഒരുപാട് പറയാറുണ്ട്. പക്ഷേ എങ്കിലും ഈ മനസ്സെന്ന് പറയുന്നൊരു കാര്യത്തിനെ ആരും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു അബ്സ്ട്രാക്റ്റ് ടേമാണ്. അങ്ങനൊരു സംഭവം നമുക്കുണ്ടെന്ന് അറിയാം, പക്ഷേ എവിടെയാണെന്ന് അറിയില്ല, അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അതിനെയും റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവിടെ അമേരിക്കൻ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള 2 പേര് രംഗത്ത് വരികയാണ്, വില്യം ജെയിംസും വില്യം വൂണ്ടും. ഇവർ പറഞ്ഞത് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. നമ്മുടെ മനസ്സിനെ 3 മണ്ഡലങ്ങളായി വേർതിരിച്ചാൽ കോൺഷ്യസ്നസ്,
സബ് കോൺഷ്യസ്നസ്, അൺകോൺഷ്യസ്നസ്, അതായത് ഒരു ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, ഒരു അപബോധ മനസ്സുണ്ട്. ഇതിൽ ബോധ മനസ്സിനെക്കുറിച്ചുള്ള മാത്രമുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ് ഇവർ അവകാശപ്പെട്ടത്. അതായത് ഒരു ഇൻട്രോസ്പെക്ഷനാണ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുന്നൊരു അവസ്ഥയാണ്. നമ്മുടെ ഉള്ളിൽ നോക്കുകയാണ്, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ബോധ മനസ്സിനെക്കുറിച്ചുള്ള പഠനം പോസിബിൾ ആക്കുക. അതാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളെ ബോധ മനസ്സല്ലാതെ മനസ്സിന് പിന്നെ 2 മണ്ഡലങ്ങളുണ്ട്. ഉപബോധ മനസ്സും അപബോധ മനസ്സും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എവിടെയും പറയുകയുണ്ടായില്ല. അതുമല്ലെങ്കിൽ നമ്മൾ ബോധം ഉണ്ടായിരിക്കുന്ന സമയത്ത് മാത്രമാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്വിമ്മിങ്ങും അല്ലെങ്കിൽ നമുക്ക് ആപ്പിറ്റൈറ്റും അങ്ങനെയുള്ള പല ഫീലിങ്സും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്കി 2 എന്താ പറയുക ഗ്രൗണ്ട്സിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു നാരോ വിഷനായിപ്പോയി, ഒരു മേഖലയെക്കുറിച്ച് മാത്രം പറയുന്നതായിപ്പോയി. ഒരു ബ്രോഡറായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഇതിന് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇതും റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ഇൻട്രസ്പെക്ഷൻ മെത്തേഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ആദ്യം നമ്മൾ സൈക്കോളജി ഡിഫൈൻ ചെയ്തത്. പിന്നീട് കുറേ ആളുകൾ പറഞ്ഞത്, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട 2 പേര് ബിൽസ്ബറിയും വാട്സണുമാണ്. ഇവർ പറഞ്ഞത് സൈക്കോളജി ടു ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ. ബിൽസ്ബറി പറഞ്ഞത് മേ ബി ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പം സൈക്കോളജിയെക്കുറിച്ചൊരു നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, വളരെ സംതൃപ്തി കിട്ടുന്ന ഒരു നിർവചനമാണ് ആവശ്യമെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ സയൻസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മനുഷ്യൻ്റെ ഒരു പെരുമാറ്റത്തിനെക്കുറിച്ചുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള, മനുഷ്യൻ്റെ പെരുമാറ്റ ചട്ടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നൊരു പക്ഷേ നമുക്കതിനെ നിർവചിക്കാൻ കഴിഞ്ഞേക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താ പറയുക, വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് വേണ്ടതെങ്കിൽ. ലേറ്റർ ഓൺ വാട്സൺ പിന്നെ പറഞ്ഞത് ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. വാട്സൻ്റെ ഡെഫിനിഷനാണ് കുറച്ചുകൂടി പോപ്പുലറായത്. കാരണം അതിനകത്ത് എല്ലാം ഉണ്ട്. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അത് ഒതുങ്ങിപ്പോവാണ്. പിന്നെയും ബിഹേവിയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബ്രോഡർ ആവുന്നു. അങ്ങനെ വാട്സൻ്റെ ഡെഫിനിഷനാണ് കുറച്ചുകൂടി ബിൽസ്ബറിയുടെ ഡെഫിനിഷനേക്കാളും ആ സമയത്ത് പോപ്പുലറായത്. പിന്നീട് ഇപ്പോഴും നമ്മളൊരു കാര്യം പറയാതെയുണ്ട്, ഈ സൈക്കോളജി ഒരു സയൻറ്റിഫിക്, അതായത് ഒരു പോസിറ്റീവ് സയൻസ് ആണോ ഒരു നോർമറ്റീവ് സയൻസ് ആണോ, അതേക്കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഇനിയും നമുക്ക് ഡെഫിനിഷൻസിലേക്ക് കടക്കേണ്ടതുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ. ഇപ്പോൾ ഒരുപാട് മോഡേൺ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഡെഫിനിഷൻ കൂടെ നമുക്ക് നോക്കാം. ആദ്യം വൂഡ്സ്വർത്ത് ആൻഡ് മാർക്യൂസ് അവർ ഇതിനെ പറഞ്ഞത് സൈക്കോളജി ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻ ടു ഹിസ് എൻവിയോൺമെൻറ്റ്. അതായത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അവൻ്റെ സ്വഭാവം വളരെ വ്യത്യാസമുള്ളതായിരിക്കും. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നാണ് എൻ്റെ സ്വഭാവം ക്രിയേറ്റഡ് ആകുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കില്ല മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം എൻ്റെ ഒന്നാവില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും അവൻ്റെ ബിഹേവിയറും അവൻ്റെ പെരുമാറ്റ ചട്ടങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്നാണ് വൂഡ്സ്വർത്തും മാർക്യൂസും പറഞ്ഞത്. ഇതിൻ്റെ ആധാരത്തിൽ ആണ് സൈക്കോളജിയെ ആദ്യം അവർ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ക്രോ ആൻഡ് ക്രോ, ഇവർ എല്ലാ ആസ്പെക്റ്റിലും വരുന്നുണ്ട് ഈ ഒരു പേര്, ക്രോ ആൻഡ് ക്രോ. ഇവർ പറഞ്ഞത് ദ ഡിഫൈൻ സൈക്കോളജി ആസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ ബിഹേവിയറൽ പാറ്റേൺസിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ് ഇവർ അവകാശപ്പെട്ടത്. പിന്നീട് മറ്റൊരാളെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്, എന്നെൽമാൻ. ഇയാൾ പറഞ്ഞത് ഇന്ന് നമുക്ക് ഒരു പക്ഷേ സൈക്കോളജിയെ പറയാൻ കഴിയുന്നത് ആസ് എ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബിഹേവിയർ. ഈ പെരുമാറ്റത്തിൻ്റെ, അതായത് മനുഷ്യൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺസിനെ കുറിച്ചുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള അന്വേഷണങ്ങളെ നമുക്കൊരു പക്ഷേ സൈക്കോളജി എന്ന് വിളിക്കേണ്ടതായി വരും. പല ആളുകളും പല രീതിയിലും സൈക്കോളജി ഡിഫൈൻ ചെയ്തു. ഇതിനകത്ത് കോമൺ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ബേസിസിൽ നമുക്ക് എല്ലാവർക്കും കൂടി സൈക്കോളജിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ആസ് എ ബ്രോഡർ സെൻസ് we may unite this all kinds of definition and brought into one as psychology is a study of behavior or scientific study of the behavioral activities or experience. ഇപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാൽ ബിഹേവിയറിൻ്റെ സയൻസ് ആണ്. അതല്ലെന്നാണെങ്കിൽ ബിഹേവിയറൽ ആക്ടിവിറ്റീസിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും മനുഷ്യൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസസും അതേപോലെ തന്നെ ബിഹേവിയറൽ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് സൈക്കോളജി. അവൻ്റെ അനുഭവങ്ങളും പിന്നെ അവൻ്റെ തെറ്റാനുഭവങ്ങളും പിന്നെ അവരുടെ ബിഹേവിയറൽ ആക്ടിവിറ്റീസും. നമുക്കറിയാം ഓരോ സ്റ്റേജസിലും ഹ്യൂമൻസിൻ്റെ ബിഹേവിയർ ഒന്നല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പഠനമാണ് സൈക്കോളജിയിലൂടെ നമുക്ക് സാധ്യമാവുന്നത്. അപ്പോൾ എന്തായാലും ഈ ബിഹേവിയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതുകൂടി ഞാൻ പറയട്ടെ. അതിന് ഒരുപാട് ബ്രോഡറായിട്ടുള്ള
ഡെഫിനിഷൻസും ഉണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ്, അതാണ് ബിഹേവിയർ എന്ന് കുറേ വിഭാഗം പറയുന്നുണ്ട്. അതായത് ഒരുപാട് നമ്മൾ ചെയ്യണ ഒരുപാട് കളക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ബിഹേവിയറിനെ ഒരു 3 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് മോട്ടോർ എന്ന് ഡിവൈഡ് ചെയ്യാം. മോട്ടോർ എന്ന് വെച്ചാൽ കൊണേറ്റീവ് ആക്ടിവിറ്റീസാണ്. കൊണക്റ്റീവ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ്, സ്വിമ്മിങ്, നമുക്കിഷ്ടമുള്ള ഡാൻസിങ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇനി ആക്ടിവിറ്റീസ് ലൈക്ക് തിങ്കിങ്, റീസണിങ്, ഇമാജിങ്, ഇതൊക്കെ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ആവശ്യമായിട്ടുള്ള, നമ്മളെ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഒരു ബ്രെയിൻ ആക്ടിവിറ്റിയാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ. ഇനി നമുക്ക് ചിലപ്പോൾ സങ്കടം വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്, ഇതൊക്കെ നമ്മുടെ അഫക്റ്റീവ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ അങ്ങനെ ബിഹേവിയറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മോട്ടോർ ആക്ടിവിറ്റീസ്, കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്, അഫക്റ്റീവ് ആക്ടിവിറ്റീസ്. കൊണക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റിയും കൊണക്റ്റീവാണ്. വാക്കിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ്, ഇതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലേ, അല്ലെങ്കിൽ ബോഡ്ലി ആക്ടിവിറ്റീസ് അല്ലേ. ഇനി നമ്മൾ ചിന്തിക്കുക, റീസൺ ചെയ്യുക, സങ്കല്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ എന്താ പറയുക, ഇപ്പം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ തല ഇങ്ങനെ ചൂടാവാറുണ്ട്. അപ്പോൾ അത്രയും അധികം തന്നെ കൊഗ്നിറ്റീവ് പ്രോസസ്സ് വേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് സന്തോഷം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസാണ്, അഫക്റ്റീവ് ആക്ടിവിറ്റീസാണ്. ഇങ്ങനെ തന്നെ നമുക്ക് ബിഹേവിയറിനെ ഡിവൈഡ് ചെയ്യാം. ഇനി ഹ്യൂമൻ മൈൻഡിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ്. മനുഷ്യൻ മാത്രമല്ല, അതിൽ മൃഗങ്ങളും ഒക്കെ ഉൾപ്പെടും, അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർ വരും, ഇനി കുട്ടികൾ വരും. അങ്ങനെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, സൈക്കോളജി ഒരു സയൻസ് ആണെന്നുള്ളൊരു കാര്യം വ്യക്തമായി പറയുകയുണ്ടായില്ല. മറ്റ് സയൻസിനെ പോലെ തന്നെ സൈക്കോളജിയും, സയൻസ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് സത്യം തേടിയുള്ള അലച്ചിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ബിഹേവിയർ എന്താണ്, ആ ബിഹേവിയറിനെ തീരുമാനിക്കുന്ന ലോസ് എന്താണ്, ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സൈക്കോളജിക്ക് 2 ബ്രാഞ്ചുണ്ട്, പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. പ്യുവർ സൈക്കോളജീസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കകത്തുള്ള തിയറീസും ഫോർമുലേഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെയാണ്. ഇതിനെ നമ്മൾ വേറെ ഒരുപാട് ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യും. ഇതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, അതായത് എഡ്യൂക്കേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്ത എഡ്യൂക്കേഷണൽ സൈക്കോളജി. ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ മെത്തേഡ്സ് ആണ്. ഇനി ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യവസായപരമായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്താൽ അതിന് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സൈക്കോളജിയുടെ ലോസും പ്രിൻസിപ്പിൾസും ഒക്കെ പല പല മേഖലയിലേക്ക് എന്താ പറയുക അപ്ലൈ ചെയ്യാം. ഇതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. മറ്റത് ഇതിൻ്റെ ലോസും ഫോർമുലേഷൻസും കാര്യങ്ങളുമാണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചും അതിൻ്റെ സ്കോപ്പ്, ലിമിറ്റേഷൻ, നേച്ചറിനെ കുറിച്ചും എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.